പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ആഴ്ച നടന്ന LGS എക്സാമിൻ്റെ ഒരു ക്വസ്റ്റ്യനും അതിൻ്റെ റിലേറ്റീവ് ഫാക്ട്സും ആണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വേഗം തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്ത്യയുടെ പതാകയായി ത്രിവർണ്ണ പതാക അംഗീകരിച്ചത് ഏത് സമ്മേളനത്തിലാണ്? ഇന്ത്യയുടെ പതാകയായി ത്രിവർണ്ണ പതാക അംഗീകരിച്ചത് ഏത് സമ്മേളനത്തിലാണ്? ആൻസർ കറാച്ചി സമ്മേളനം. അപ്പോൾ അതിൻ്റെ അനുബന്ധ ഫാക്ട്സിലേക്കൊക്കെ പോകാം. പതാകയെക്കുറിച്ചുള്ള പഠനത്തിനെയാണ് എന്തറിയപ്പെടുന്നത്? വെക്സിലോളജി. പതാകയെക്കുറിച്ചുള്ള പഠനത്തിനെയാണ് വെക്സിലോളജി എന്നറിയപ്പെടുന്നത്. ഇന്ത്യൻ ദേശീയ പതാകയുടെ ശില്പിയാണ് പിംഗലി വെങ്കയ്യ. ഇന്ത്യൻ ദേശീയ പതാകയുടെ ശില്പി പിംഗലി വെങ്കയ്യ. ദേശീയ പതാകയുടെ നിറങ്ങൾ എന്തിനെയൊക്കെയാണ് സൂചിപ്പിക്കുന്നത്? കുങ്കുമ നിറം ധീരത, ത്യാഗം; വെള്ള നിറം സമാധാനം, സത്യസന്ധത; പച്ച നിറം സമൃദ്ധി, ഫലഭൂയിഷ്ഠത. ദേശീയ പതാകയെ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് എപ്പോഴാണ്? ദേശീയ പതാകയെ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് 1947 ജൂലൈ 22-നാണ്. ദേശീയ പതാകയിലെ അശോക ചക്രം എവിടെ നിന്നാണ് കടമെടുത്തത്? ദേശീയ പതാകയിലെ അശോക ചക്രം അശോക സ്തംഭത്തിൽ നിന്നുമാണ് കടമെടുത്തത്. സാരനാഥിലെ അശോക സ്തംഭത്തിൽ നിന്നുമാണ്. അശോക ചക്രത്തിൽ എത്ര അരക്കാലുകളാണ് ഉള്ളത്? അശോക ചക്രത്തിൽ 24 അരക്കാലുകളാണ് ഉള്ളത്. ദേശീയ പതാകയിലെ അശോക ചക്രം എവിടെ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്? ദേശീയ പതാകയിലെ അശോക ചക്രം എവിടെ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്? അശോക സ്തംഭത്തിൽ നിന്നും. ഇന്ത്യൻ ദേശീയ പതാകയുടെ ആകൃതി എന്താണ്? ദീർഘചതുരാകൃതി. ഇന്ത്യൻ ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം എത്രയാണ്? 3:2. ദേശീയ പതാക ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന തുണി കൈത്തറിയുടെ അല്ലെങ്കിൽ ഖാദിയുടെ തുണിയാണ്. ഇന്ത്യയുടെ ആദ്യത്തെ ദേശീയ പതാകയായ വന്ദേമാതരം പതാക അല്ലെങ്കിൽ കൽക്കത്ത പതാക സുരേന്ദ്രനാഥ് ബാനർജി എവിടെ വെച്ചാണ് ഉയർത്തിയത്? അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ 3 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഇന്ത്യയുടെ ആദ്യത്തെ ദേശീയ പതാക ഏതാണ്? വന്ദേമാതരം പതാക അല്ലെങ്കിൽ കൽക്കത്ത പതാക. അത് ഉയർത്തിയത് ആരാണ് എന്ന് ചോദിച്ചാൽ സുരേന്ദ്രനാഥ് ബാനർജി. എവിടെ വെച്ചാണ് ഉയർത്തിയതെന്ന് വെച്ചാൽ പാഴ്സി ബാഗൻ സ്ക്വയറിൽ 1906 ആഗസ്റ്റ് 7-നാണ് ഉയർത്തിയത്. ത്രിവർണ്ണ പതാകയെ ഇന്ത്യയുടെ ദേശീയ പതാകയായി കോൺഗ്രസ് അംഗീകരിച്ചത് 1931-ലാണ്. 1931 മുതൽ 1947 വരെ ത്രിവർണ്ണ പതാകയുടെ മധ്യത്തിൽ അശോക ചക്രത്തിന് പകരം എന്തായിരുന്നു? ചർക്കയായിരുന്നു. ഇന്ത്യൻ ഫ്ലാഗ് കോഡ് നിലവിൽ വന്നത് എപ്പോൾ? ഇന്ത്യൻ ഫ്ലാഗ് കോഡ് നിലവിൽ വന്നത് 2002 ജനുവരി 26-നാണ്. അപ്പോൾ ഇന്ത്യൻ ഫ്ലാഗ് കോഡ് നിലവിൽ വന്നത് 2002 ജനുവരി 26-നാണ്. പതാക നിയമം കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? പതാക നിയമം കമ്മിറ്റിയുടെ ചെയർമാൻ PD ഷേണായി. ഇന്ത്യൻ പതാക നിയമം ഭേദഗതി വരുത്താൻ പ്രധാന പങ്കുവഹിച്ചത് ആരായിരുന്നു? ഇന്ത്യൻ പതാക നിയമം ഭേദഗതി വരുത്താൻ പ്രധാന പങ്കുവഹിച്ചത് നവീൻ ജിൻഡാൽ ആയിരുന്നു. ഫ്ലാഗ് ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യയുടെ സ്ഥാപകൻ ആരായിരുന്നു? ഫ്ലാഗ് ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യയുടെ സ്ഥാപകനായിരുന്നു നവീൻ ജിൻഡാൽ. അദ്ദേഹമാണ് പതാക നിയമം ഭേദഗതി വരുത്താൻ പ്രധാന പങ്കുവഹിച്ചത്. സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഇന്ത്യയുടെ ദേശീയ പതാക ചെങ്കോട്ടയിൽ ഉയർത്തിയത് ആരായിരുന്നു? ഇപ്പോൾ സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഇന്ത്യയുടെ ദേശീയ പതാക ചെങ്കോട്ടയിൽ ഉയർത്തിയത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. റിപ്പബ്ലിക് ദിനത്തിൽ രാജ്പഥിൽ വച്ച് ദേശീയ പതാക ഉയർത്തുന്നത് രാഷ്ട്രപതിയാണ്. റിപ്പബ്ലിക് ദിനത്തിൽ രാജ്പഥിൽ വച്ച് ദേശീയ പതാക ഉയർത്തുന്നത് രാഷ്ട്രപതിയാണ്. എല്ലാ വർഷവും സ്വാതന്ത്ര്യ ദിനത്തിൽ ചെങ്കോട്ടയിൽ വച്ച് ദേശീയ പതാക ഉയർത്തുന്നത് പ്രധാനമന്ത്രിയാണ്.
അപ്പോൾ എന്താണ്, റിപ്പബ്ലിക് ദിനത്തിൽ രാജ്പഥിൽ വെച്ച് ദേശീയ പതാക ഉയർത്തുന്നത് രാഷ്ട്രപതിയാണ്. എല്ലാ വർഷവും സ്വാതന്ത്ര്യ ദിനത്തിൽ ചെങ്കോട്ടയിൽ വെച്ച് ദേശീയ പതാക ഉയർത്തുന്നത് പ്രധാനമന്ത്രിയാണ്. മാറിപ്പോരുത് കേട്ടോ. എന്നാൽ ചെങ്കോട്ടയിൽ വെച്ച് ദേശീയ പതാക ഉയർത്താൻ സാധിക്കാത്ത 2 പ്രധാനമന്ത്രിമാരെ ആരൊക്കെയാണ്? ചന്ദ്രശേഖറും ഗുൽസാരിലാൽ നന്ദയുമാണ്. അപ്പോൾ ചെങ്കോട്ടയിൽ വെച്ച് ദേശീയ പതാക ഉയർത്താൻ സാധിക്കാത്ത 2 പ്രധാനമന്ത്രിമാരാണ് ചന്ദ്രശേഖറും ഗുൽസാരിലാൽ നന്ദയും. ഇന്ത്യയിലെ ദേശീയ പതാക നിർമ്മിക്കുന്നത് ആരാണ്? ഇന്ത്യയിലെ ദേശീയ പതാക നിർമ്മിക്കുന്നത് ആരാണ്? കർണാടകയിലെ ഖാദി ഗ്രാമോദ്യോഗ സംയുക്ത സംഘം. എന്താണ്? കർണാടക ഖാദി ഗ്രാമോദ്യോഗ സംയുക്ത സംഘമാണ് ഇന്ത്യയിലെ ദേശീയ പതാക നിർമ്മിക്കുന്നത്. കർണാടക ഗാന്ധി ഗ്രാമോദ്യോഗ സംയുക്ത സംഘം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അപ്പോൾ കർണാടക ഗാന്ധി ഗ്രാമോദ്യോഗ സംയുക്ത സംഘം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കർണാടകയിലെ ഹൂബ്ലി കേട്ടോ. കർണാടകയിലെ ഹൂബ്ലിയിലാണ്. കർണാടക ഖാദി ഗ്രാമോദ്യോഗ സംയുക്ത സംഘം സ്ഥാപിതമായ വർഷമാണ് 1957 നവംബർ 1. ഇന്ത്യയുടെ ദേശീയ പതാക ആദ്യമായി ബഹിരാകാശത്ത് എത്തിച്ചത് ഏത് ദൗത്യത്തിലാണ്? 1971 അപ്പോളോ 1 ഇന്ത്യയുടെ ദേശീയ പതാക ആദ്യമായി ബഹിരാകാശത്ത് എത്തിച്ചത്. അപ്പോൾ ദേശീയ പതാകയുമായി ബന്ധപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയതും PSC ക്വസ്റ്റ്യനുകളിൽ കണ്ടതുമായ 25 ക്വസ്റ്റ്യൻസാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരുന്നത്. ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്നു. ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യനും അനുബന്ധ വിവരങ്ങളുമായിട്ട് ഉടനെ തന്നെ വരുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.